ഹലോ, വെൽക്കം ടു വിൻഡി വ്ളോഗ്സ്. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റാഗി പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. റാഗിപ്പൊടിയുടെ ഒപ്പം സാധാരണ പുട്ടുപൊടിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ നനച്ചെടുക്കുന്നത്. അപ്പോൾ 1/2 കപ്പ് റാഗിക്ക് 1/4 കപ്പ് അരിപ്പൊടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ ബൗളിലേക്ക് ഇട്ടതിന് ശേഷം അല്പം ഉപ്പ് ചേർത്ത് 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നനച്ചെടുക്കാം. അപ്പോൾ പൊടി നമുക്ക് 3/4 കപ്പ് ആയതുകൊണ്ട് അതേ അളവിലുള്ള വെള്ളം തന്നെയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. മാവ് കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഈ പരുവത്തിലായിരിക്കും ഇരിക്കുക. നമുക്ക് ഇങ്ങനെ ആക്കിയതിന് ശേഷം ഒരു മൂടി വെച്ച് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇവിടെ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കാണാം മാവെല്ലാം നല്ല കട്ടയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ അരിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് അരിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. പുട്ടുപൊടിയുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് സാധാരണ പുട്ട് ഉണ്ടാക്കണ പോലെ തേങ്ങയും പൊടി നനച്ചതും കൂടെ പുട്ടുകുറ്റിയിലിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ പുട്ടുകുറ്റിയിൽ നിന്ന് ആവിയെല്ലാം വന്ന് പുട്ട് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനിത് ഒരു പാത്രത്തിലോട്ട് പകർത്താം. കടലക്കറിയുടെ കൂടെയോ അല്ലെങ്കിൽ പുഴുങ്ങിയ നേന്ത്രപ്പഴത്തിൻ്റെയൊക്കെ കൂടെ റാഗി പുട്ട് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.